നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ലൈവ് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ മാസത്തിൻ്റെ ആദ്യ ദിവസമാണ്, ഫസ്റ്റ് ട്രേഡിൻ്റെ 1-ാം തീയതി. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ക്യാൻഡിലിൽ താഴത്തേക്കൊരു സെല്ലിംഗ് പൊസിഷനാണ്, അത് BPCLലാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത്. ഈ ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ ഏകദേശം ഡേ ലോ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ലൈനിൽ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ താഴത്തേക്ക് ട്രേഡ് എടുത്തേക്കുന്നത്. ഒപ്പം മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതൊരു ട്രെൻഡ് ലൈനാണ്, ഡേ ക്യാൻഡലിൻ്റെ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് നമുക്കിവിടെ അടുത്തടുത്ത് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ BPCL ക്ലോസ് ചെയ്തേക്കുന്നത് വളരെ ചെറിയൊരു മൂവിലാണ്. നമ്മൾ മെഷർ ചെയ്താൽ കാണാം 1.68% ഇന്നലെ അത് ചേഞ്ച് നടന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ മൂവ് ഇന്നലെ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് 5 days ആവറേജ് ട്രൂ റേഞ്ച് വരുന്നത് 2.3% ആണ്. അപ്പോൾ ഇന്ന് എന്തായാലും കഴിഞ്ഞ ദിവസം കുറവ് മാത്രം മൂവ് ചെയ്തുകൊണ്ട് ഇന്നൊരു വലിയ മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അതിൻ്റെ ആവറേജ് ഇവിടുന്നൊരു 2% വെച്ചാൽ, ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് നമുക്കൊരു 2% വെച്ചാൽ അടുത്ത ദിവസത്തെ മധ്യഭാഗത്തിനപ്പുറത്തേക്ക് നമുക്കത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് 1:3% ആണ്. ഇതിപ്പോൾ 1:3 വരെ ഇന്ന് വരുമോ ഇല്ലയോ, ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോവുമോ, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നെക്സ്റ്റ് ടാർഗറ്റായിട്ട് ഇവിടെയാണ് വരുന്നത്. ഇത് പക്ഷേ നമ്മുടെ 1:2 എത്തത്തില്ല. 1:2 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ വരണം 1:2 നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് പോന്നാൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് 1:3 കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ, നമ്മൾ ഈ ട്രേഡ് ഹോൾഡ് ചെയ്യുവാണ്. അത് 1:1, 1:2, 1:3 ഈ ഭാഗങ്ങളിൽ നമ്മൾ അലർട്ട് വെക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ട്രേഡിന് മുമ്പിൽ നമ്മൾ അധിക നേരം ഇരിക്കുന്നുണ്ടാവില്ല, നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അങ്ങ് പോകും. അപ്പോൾ അലർട്ട് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഇനി ഇത് ചെക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ട്രേഡ് നമ്മൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് എടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു 1:1 മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മളുടെ ട്രേഡ് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നല്ല വോളിയം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ക്യാൻഡിലെ വോളിയം വരുന്നത് 247.72K ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ക്യാൻഡിൽ വോളിയം വന്നേക്കുന്നത് 170. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിന് ശേഷം ഏറ്റവും അധികം വോളിയം വന്നിട്ടുള്ള ക്യാൻഡിലാണ്. ഒപ്പം ഇത് നമുക്കറിയാം ഡേ ഹൈ ആണ്. ഡേ ഹൈയുടെ മുകളിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അവിടെ ഒരു റിജക്ഷൻ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു റിജക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയില്ലെന്ന് വരും. എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. വോളിയം കണ്ടിന്യൂസ്ലി വരുന്നുണ്ട്. ബൈയിങ് വോളിയാണ്. ഓവറോൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഡേ ക്യാൻഡലിൽ ഒരു ട്രെൻഡ് ലൈനാണ് ഈ പോകുന്നത്. ഒപ്പം ഇന്നലത്തെ ലോയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ. അപ്പോൾ നിഫ്റ്റി 50 ഹയർ ഹൈ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് മുകളിലേക്ക് പോയേക്കാം. നമുക്കറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഡേ ഹൈ മാർക്കറ്റിൻ്റെ വരുന്നത് 305.70 ആണ്. ഒരു പക്ഷേ ഇപ്പം തന്നെ അത് ഹിറ്റായേക്കാം. ഓക്കെ,
അപ്പോൾ അത് ഹിറ്റായാൽ നമ്മുടെ ട്രേഡ് ഇന്നത്തേത് ഇവിടെ കൊണ്ട് കഴിഞ്ഞു കേട്ടോ. ഒരു ദിവസം ഒരു ട്രേഡ്, അത് പ്രോഫിറ്റ് ആകാം ലോസ് ആകാം. $305.90 നമ്മുടെ പ്രൈസ് വരുന്നത്. മാർക്കറ്റിൻ്റെ ഹൈ ഇപ്പം 305.75 വന്നിട്ടുണ്ട്. ഡേ ഹൈ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റാവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട്. പിന്നെ ഒരേ ഒരു പ്രതീക്ഷയുള്ളത്, അത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ളൊരു സാധ്യത 90% സമയവും അത് കാണിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു ബെനിഫിറ്റ് ഒരു പക്ഷേ നമുക്ക് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞു. മാർക്കറ്റ് ഇപ്പോൾ റിജക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ തിയറി എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ അതങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ബെനിഫിറ്റാണ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല, ആ പ്രൈസിൽ സ്റ്റക്കായ പോലെ നിൽക്കുവാണ്. ഓൾ ഓവർ ദ മാർക്കറ്റ് ഇപ്പോൾ ഇൻഡെക്സ് വന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാലാണ് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റാവും. ഇവിടെ സെല്ലേഴ്സിൻ്റെ വലിയ ക്വാണ്ടിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതപ്പോൾ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ നല്ലൊരു മൂവ് നടത്തിയേക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഈ കാണുന്ന പോലെ 305.75 13,000 ഓർഡർ കിടപ്പുണ്ട്. അതേപോലെ 305.55 15,000 കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാർക്കറ്റ് അത് ചെന്ന് എടുത്തിട്ട് പോരാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഓൾറെഡി ഇപ്പോൾ ഡേ ഹൈ 70 ആയിരുന്നത് 75 പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ 75 വരെ പോയി മാർക്കറ്റ് അത് എടുത്തതാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് പോയി അതെടുക്കാൻ വേണ്ടി പോകുമോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയാൽ അതെല്ലാം ക്ലിയർ ചെയ്ത് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനോ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് വരെയെങ്കിലും ചെന്ന് ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് അവിടെ ഉള്ളത്. ഇത് രണ്ടും നമുക്കൊരു റിജക്ഷനായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യും. നിഫ്റ്റിയും റിജക്റ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് ഇന്നത്തെ ആ മുകളിലേക്കുള്ള പുഷ് അവിടം കൊണ്ട് ഒരു പക്ഷേ അവസാനിച്ചേക്കാം. ഇപ്പോൾ ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണ്. നമ്മളാ പറഞ്ഞ 90% റൂള് ഏതാണ്ട് ഫസ്റ്റ് 1 മിനിറ്റ് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ പിന്നെ അത് താഴത്തേക്ക് പോരാനുള്ള എല്ലാ സാധ്യതകളും ആണ് 90% സമയം നമ്മൾ കണ്ടേക്കുന്നത്. ഏതാണ്ട് ഇവിടെയും അത് തന്നെയാണ് നമ്മൾ കണ്ടത്.
ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ട് കലാശിച്ചു. ഒപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മുകളിലേക്ക് ആൾക്കാർ ഓർഡർ ഇടുന്നുണ്ട്. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ മാസം എടുക്കുന്ന ടോട്ടൽ ട്രേഡുകളിൽ ഒരു 40% നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയാൽ മതി. മാർക്കറ്റ് ഏതാണ്ട് നിശ്ചലമായൊരവസ്ഥയാണ് കാണുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു. നമ്മുടെ ലോസ് ഇവിടെ 128 രൂപ നമുക്ക് ലോസാണെന്ന് കിട്ടിയേക്കുന്നത്. 128 രൂപ ലോസ്. നമ്മുടെ ഓർഡർ നമ്മൾ കാലത്തെ ബൈ ചെയ്തത് 9:28 ബൈ ചെയ്തതാണ്, സെല്ല് ചെയ്തതാണ്. 304 രൂപ 35 പൈസയ്ക്ക് സെല്ല് ചെയ്തു. 305 രൂപ 95 പൈസയ്ക്ക് നമ്മൾ ബൈ ചെയ്തു. ഇന്നത്തെ ട്രേഡ് ഇവിടം കൊണ്ട് കഴിഞ്ഞു. 128 രൂപ ലോസ്. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു ട്രേഡുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.